ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും 5-ാം അധ്യായം. പ്രാർത്ഥനയും ഉപവാസവും. താങ്കൾ പ്രാർത്ഥനയെക്കുറിച്ച് എപ്പോഴും സൂചിപ്പിക്കുന്നതിനാൽ അതേക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് താങ്കൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു? പ്രാർത്ഥന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. നമുക്കൊരു സ്നേഹിതനുണ്ടെങ്കിൽ നമ്മുടെ സമയം അയാൾക്കു വേണ്ടിയും അയാളുടെ സമയം നമുക്ക് വേണ്ടിയും ചെലവഴിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കൾക്കു വേണ്ടി നാം സമയം ചെലവഴിച്ചില്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ നാം തനിച്ചാവുകയും ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുകയും അന്ധകാരത്തിലാവുകയും ചെയ്യും. ഒരിക്കൽ നാം അയാൾക്ക് സമയം കൊടുത്താൽ 2 കാര്യങ്ങൾ: സംസാരിക്കുകയും സംസാരം ശ്രദ്ധിക്കുകയും എന്നത് സംഭവിക്കുന്നു. ഒരു സുഹൃത്തായി നാം തുടരണമെങ്കിൽ കേൾക്കുക എന്നത് സംസാരിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണെന്ന് മനസ്സിലാക്കുക. വെറുതെ നിശബ്ദമായിരുന്നു കൊണ്ടും 2 സുഹൃത്തുക്കൾക്ക് പരസ്പരം സഹായവും ശക്തിയും പകരാനും സാധിക്കും. പ്രാർത്ഥനയെന്നാൽ വെറുതെ നിശബ്ദമായി ദൈവത്തോടു കൂടെയായിരിക്കുക, അവിടുത്തെ ശബ്ദത്തിന് കാതോർത്ത് എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ലയിക്കുക എന്നതാണ്. അവിടുന്ന് ആരെയും അവഗണിക്കുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ സമയം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തിന് നൽകുകയാണ്. നമുക്ക് ജീവൻ തന്ന സുഹൃത്തിന് തന്നെ അവിടുന്ന് സൃഷ്ടിച്ച സമയം അവിടുത്തേക്ക് തന്നെ നൽകപ്പെട്ടതല്ലേ? വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിരുന്നു, മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടം പ്രാർത്ഥനയാണ്. അത് തന്നെയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനവും. പ്രാർത്ഥനയുടെ കാര്യമെടുക്കുമ്പോൾ മനുഷ്യർക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴോ മാത്രമേ അവർ ദൈവത്തിനടുത്തേക്ക് ഓടുന്നുള്ളൂ. യാചനാ പ്രാർത്ഥനകൾ നല്ലത് തന്നെ, അവ കേൾക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ നാം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നമുക്ക് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ദൈവത്തിന് നന്ദി പറയുകയും അവിടുത്തെ സ്തുതിക്കുകയുമാണ് വേണ്ടത്. മനുഷ്യർ നന്ദിഹീനരാണ്. പടിഞ്ഞാറൻ സംസ്കാരം എല്ലാം അവകാശമായി കരുതുന്നു. എല്ലാം അങ്ങനെ സംഭവിച്ചു കൊള്ളും എന്ന ചിന്ത അത്യാഗ്രഹത്തിലേക്ക് നയിക്കപ്പെടുന്നു. എല്ലാവരും സർവകലാശാല ബിരുദത്തിന് അർഹരാണ്. വലിയ വീടുകൾ വേണം, ഓരോ വീട്ടിലും 2 കാറുകൾ വീതം വേണം എന്നൊക്കെയുള്ള പടിഞ്ഞാറൻ സമൂഹത്തിന്റെ പഠനങ്ങൾ ദൈവത്തിന്റെ പദ്ധതികളല്ല. ദൈവത്തിന്റെ വലിയ രഹസ്യങ്ങൾ അറിയിക്കുന്നതും ദൈവിക ആനന്ദം നൽകുന്നതും നമുക്കിടയിലെ ഏറ്റവും എളിയവർക്കാണ്. സാത്താൻ ശക്തിയുടെ സ്വാധീനവും വിജയവും വാഗ്ദാനം ചെയ്യുന്നു. ദൈവം സമാധാനവും സന്തോഷവും തൃപ്തിയും തരുന്നു. ഏറ്റവും ഉപരിപ്ലവമായ പ്രാർത്ഥന ദൈവമേ എനിക്കിത് തരണം അത് തരണം എന്നതാണ്. ഒരു സാധാരണ സ്നേഹിതനെപ്പറ്റി ചിന്തിക്കുക. അത് വേണം ഇത് വേണം എന്നൊക്കെ അയാളോട് പറഞ്ഞാൽ എത്രനാൾ അയാൾ കൂടെ നിൽക്കും? ചെറിയ കുട്ടികൾ സാമൂഹ്യ നിയമങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് സ്വന്തം വ്യക്തിത്വം രൂപീകരിക്കുന്നത്. അവർ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ അന്യോന്യം തലയിൽ കമിഴ്ത്തുകയും കോരികകൾ കൊണ്ട് അപരന്റെ കണ്ണിലേക്ക് മണൽ എറിയുകയുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ അച്ചടക്കം പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ ഹലോ, നന്ദി, ഖേദിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ പ്രാർത്ഥന പഠിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥന മെച്ചപ്പെടുകയും പ്രാർത്ഥിക്കാൻ പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ശരിയായ പ്രാർത്ഥനയിലുള്ള വ്യക്തികൾ ഒന്നും വെറുതെ സംഭവിക്കുമെന്ന് കരുതുന്നില്ല. അവർ എല്ലാം കാണുകയും കേൾക്കുകയും ബാഹ്യവും ആന്തരികവുമായ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവമഹത്വം ദർശിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയാന്തർഭാഗത്തുള്ളതും ചുറ്റുപാടുള്ളതുമായതെല്ലാം ദൈവത്തിരുമുൻപാകെ കൊണ്ടുവരുന്നു. ശ്രവണത്തിലൂടെ മാത്രമേ കുഞ്ഞ് സംസാരിക്കുവാൻ പഠിക്കുകയുള്ളൂ. ഈ സംസാരം പിന്നീട് മെച്ചപ്പെടുത്തേണ്ടതുമുണ്ട്. ദൈവം എപ്പോഴും തൊട്ടടുത്തുണ്ട് എന്ന് ശിശു മനസ്സിലാക്കുമ്പോൾ അത് ഒരു കാര്യം മനസ്സിലാക്കുന്നു. എപ്പോഴും ദൈവം അതിനെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും ഈ പ്രക്രിയ മുഴുവനായും മനസ്സിലാക്കാനുമാവില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അറിയാത്ത ലോല ഹൃദയമുള്ള ഒരു ശിശു മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം തെറ്റുപറ്റുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ മാനസികമായി തകർക്കപ്പെട്ടേക്കാം. ദൈവത്തെ അറിയുന്ന ശിശുവിന് സമതുലിതാവസ്ഥ പാലിക്കാൻ കഴിയും. അതിന്റെ മനസ്സ് ശക്തി നേടുകയും ചെയ്യും. അവർക്ക് ചുറ്റുപാടുമുള്ളവരോട് സ്നേഹപൂർവ്വം ആശയവിനിമയം നടത്താനും സാധിക്കും.
ദൈവത്തെപ്പറ്റി അറിവില്ലാതെ വളരുന്ന കുട്ടികൾ ഭയമുള്ളവരായിരിക്കും. അതുകൊണ്ട് അവർ അധികാരത്തിന്റെയും ലൗകിക വസ്തുക്കളുടെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ പോകും. ദൈവം നൽകുന്ന സമാധാനം അനുഭവിക്കാൻ അവർക്ക് കഴിയുകയില്ല. ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഈ അവസ്ഥയ്ക്ക് കാരണം നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയതുമാണ്. ദൈവത്തെ അവഗണിക്കുക വഴി നാം പരിഭ്രാന്തരാവുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവം അവിടുത്തെ പക്കലേക്ക് മടങ്ങി വരിക. അതിന്റെ ഫലം ഉടനടി ലഭിക്കും. അവിടുന്ന് ഒരിക്കലും ഉറങ്ങാത്ത നമ്മുടെ സുഹൃത്താണ്. പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടത് ഒരു ശിശുവിനെ പോലെ കൊച്ചു കൊച്ചു പ്രയത്നങ്ങളിലൂടെ തുടങ്ങണം എന്നാണോ? അതെ, അതുതന്നെ. പ്രാർത്ഥനയിൽ നാം വളരെ ശ്രദ്ധാപൂർവം നിലനിൽക്കുമ്പോഴും അതേക്കുറിച്ച് വിധിയൊന്നും പാടില്ല. വലുതെന്നോ ചെറുതെന്നോ പ്രാർത്ഥനയെപ്പറ്റി പറയാനാവില്ല. അവിടുന്ന് എ ഗ്രേഡ് ആണെന്നും മറ്റേത് ബി ഗ്രേഡ് ആണെന്നും പറയുകയില്ല. ദൈവം ദൈവമാണ്. വിശുദ്ധർ അവിടുത്തെ മുൻപിൽ എപ്രകാരം വിനയപൂർവം വർത്തിച്ചുവെന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് മദർ തെരേസ ആത്മാർത്ഥതയോടെ പറഞ്ഞത്, ഞാൻ നിങ്ങളെക്കാൾ വലിയ പാപിയാണ്. ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടേയില്ല. ഇതാ ഇന്ന് വൈകിട്ട് പ്രാർത്ഥന ആരംഭിക്കുവാൻ പോകുന്നു. എന്തുപദേശമാണ് ദൈവത്തോട് സംസാരിക്കുന്നതിന് എനിക്ക് തരിക? TV ഓഫാക്കുക, ടെലിഫോൺ വിച്ഛേദിക്കുക, നിങ്ങളുടെ മുറിയിൽ കയറി കഥ കടയ്ക്കുക. പ്രാർത്ഥനയാണ് ലോകത്തിൽ നിങ്ങൾ സ്വാർത്ഥരാകേണ്ട ഒരൊറ്റ കാര്യം. എന്നിട്ട് നിശബ്ദമായിരിക്കുക. ദൈവത്തോട് പറയുക, നിങ്ങൾ ദൈവത്തിന് സമീപമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഇതു കൃത്യമായും എല്ലാ സമയത്തും ചെയ്യുക. സാത്താൻ ഞാൻ 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 എന്നുള്ള ജൽപ്പനങ്ങളിലേക്ക് വലിച്ചുകൊണ്ടു പോകാതെ ശ്രദ്ധിക്കണം. യേശുവിനെപ്പറ്റി അല്പം പഠിക്കുക. തിരുക്കുടുംബത്തെക്കുറിച്ച്, സ്ലീഹന്മാരെക്കുറിച്ച് ഒക്കെ അറിയുക. സ്ഥിരമായ ചെറിയ ചെറിയ സ്വന്തമായ വഴിയിലൂടെ ദൈവത്തിന്റെ സവിധത്തിലും അവിടുത്തെ സ്നേഹത്തിലും എത്തുക. പിന്നെ യേശുവിന്റെ ഒരു പടമോ ഒരു കുരിശോ മുറിയുടെ ഒരു ഭാഗത്ത് വയ്ക്കുക. അത് താങ്കൾ ആദ്യമായി സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തിയ ഇടത്തായിരിക്കട്ടെ. അവിടെ നിങ്ങൾ ദൈവത്തെ വ്യക്തമായും ശ്രവിക്കാൻ ആരംഭിക്കും. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം ഈ സമയത്ത് അവിടുത്തേക്ക് മാത്രം നൽകുക. ഏതാണ്ട് 15 മിനിറ്റ് ആരംഭകാലത്ത് ഇങ്ങനെ ചിലവഴിക്കുക. പതുക്കെ 1 മണിക്കൂറായി വർദ്ധിപ്പിക്കുക. ഏതാണ്ട് 1 മാസക്കാലം കഴിയുമ്പോൾ ഇത് എത്രമാത്രം സന്തോഷവും സമാധാനവും നൽകുമെന്ന് അനുഭവിച്ചറിയുക. ഈ പ്രാർത്ഥനയിൽ നിന്നും ദൈവത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനുള്ള ശ്രമവും ആരംഭിക്കപ്പെടുമെന്ന് താക്കീത് തരുന്നു. ഇത് വളരെ മൃദുവായി എന്നാൽ ശക്തമായി അവഗണിക്കുക. പ്രാർത്ഥന തുടരുക. നിങ്ങളുടെ ജീവിതം മുഴുവനായും നവീകരിക്കപ്പെടണമെന്ന് തോന്നിയാൽ ഇപ്പോൾ ലോകത്തിൽ ഇങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട്. ഒരു നല്ല വൈദികനെയോ മുതിർന്ന ഒരു ഉപദേശകനെയോ കാണുക. എന്നിട്ട് പറയുക, നിങ്ങൾ ദൈവത്തിന്റെ കിൻഡർ ഗാർട്ടനിൽ പേര് ചേർത്തു. ഇത് മറ്റുള്ളവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ദൈവത്തോട് കൂടെയാവുമ്പോൾ നമ്മളെല്ലാവരും കിൻഡർ ഗാർട്ടനിലാണ്. മാനസാന്തരം എന്ന് വെച്ചാൽ ഹൃദയ പരിവർത്തനമാണ്. ദൈവത്തിലേക്ക് അടുക്കാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം മാറ്റിക്കളയുക എന്നതാണ്. ഒരു ബൈബിൾ കണ്ടെത്തുക, അതും നിങ്ങളുടെ സ്വകാര്യമായ ആ ഇടത്തേക്ക് കൊണ്ടുവരിക. എല്ലാം ദൈവപുത്രനായ യേശുവിനും അവിടുത്തെ അമ്മയ്ക്കും നൽകുക. വളരെ വേഗം നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. സമാധാനത്തിനു വേണ്ടി ആഗ്രഹിക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ഇന്നു ലോകത്തിലില്ല. ഇതിനു കാരണം ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ മാതാവിന്റെ ഉദരത്തിൽ രൂപപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. ആ അനുഭവം നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ സമാധാനത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇത് എല്ലാ ആത്മാക്കളിലും ഒരളവ് വരെ അനുഭവപ്പെടുന്നുമുണ്ട്. അവിടുത്തെ അധ്യാപികയും സഹായിയുമായിരുന്ന അമ്മ തന്നെയാണ് അവിടുന്നിലേക്ക് നമ്മെ നയിക്കുവാനുതകുന്ന ഏറ്റവും നല്ല എളുപ്പവഴികൾ നമ്മെ പഠിപ്പിക്കുവാൻ യോഗ്യയായിട്ടുള്ളത്. താങ്കൾ അംഗമായിരിക്കുന്ന സഭ അവളെ അവഗണിക്കുകയും അവളെ അനാവശ്യമെന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെയുള്ള പുരോഹിതനോട് തിരുത്തി പറയുവാൻ ആവശ്യപ്പെടുക. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ കഴിവുള്ള ആരുടെയെങ്കിലും സഹായം തേടുക. ഉദാഹരണമായി, ഇന്ന് എല്ലാ രാജ്യങ്ങളിലും മരിയൻ കേന്ദ്രങ്ങളുണ്ട്. പല സംസ്ഥാനങ്ങളിലും മെഡ്ജുഗോറെ ദേവാലയങ്ങളുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുണ്ട്. ഇവ കൊണ്ടുപോയി ശാന്തമായി സമയമെടുത്ത് വായിക്കുക, പഠിക്കുക. ഒരു സന്ദേശം ധ്യാനിക്കുവാൻ 3-4 ദിവസങ്ങളെടുക്കുക. അവൾ പറയുന്നതനുസരിച്ച് മെല്ലെ യേശുവിലേക്ക് വരിക.
നാം പതുക്കെയല്ലേ വളർന്ന് വലുതായത്. ഒരിക്കൽ ജീവിതത്തിലേക്ക് ചെറിയ കാൽപാദങ്ങൾ അർപ്പിച്ചാണ് നിങ്ങൾ വന്നത്. ഇതു ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സ് മാറിയത് വളരെ വേഗം നിങ്ങൾ എത്രമാത്രം പ്രാധാന്യമാണ് ഇക്കാര്യങ്ങൾക്ക് ഉള്ളതെന്ന് തിരിച്ചറിയും. നിങ്ങളുടെ മനസ്സ് മാറിയത് വളരെ വേഗം നിങ്ങൾ തിരിച്ചറിയും. ഇത് നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് ചെയ്യേണ്ടത്. അതിബുദ്ധിശാലികളായി അനേകം ദൈവശാസ്ത്രജ്ഞന്മാർ ഇനിയും ഈ ലളിതമായ ശുദ്ധമായ വഴിയിലൂടെ ദൈവത്തെ കണ്ടെത്തേണ്ടതുണ്ട്. സ്വന്തം ഭവനങ്ങളിൽ മാനസാന്തരം നടക്കുമ്പോൾ ശുദ്ധീകരണാത്മാക്കൾ എന്തെങ്കിലും പ്രകടമായി പറയാറുണ്ടോ? ഓ ഉവ്, അവർ വലിയ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. അവർ സ്വജനങ്ങളുടെ മാനസാന്തരത്തിന് വലിയ സഹായം നൽകാറുണ്ട്. എല്ലാവരോടുമൊപ്പം ദൈവസന്നിധിയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ ഏത് സഭയിൽ ആയിരിക്കണമെന്നാണ് മരിയ താങ്കൾ നിർദ്ദേശിക്കുന്നത്? സുവിശേഷ സത്യങ്ങൾ മനസ്സിലാക്കാനും ദൈവത്തോട് അടുത്തായിരിക്കാനും സഹായകമായ നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. ഭ്രൂണഹത്യക്കെതിരെ ശബ്ദമുയർത്താത്ത സഭ ഒഴിവാക്കപ്പെടണം. ആവശ്യത്തിലേറെ പരിശീലനം ലഭിച്ച ഏക വ്യക്തിയാൽ നയിക്കപ്പെടുന്ന സഭയും ഒഴിവാക്കപ്പെടണം. സാമൂഹികമായ വിനോദങ്ങൾ ഉൾപ്പെടുത്തുകയും വത്തിക്കാനെ ആക്രമിക്കുകയും ചെയ്യുന്ന സഭകളും ശരിയല്ല. സാത്താൻ ഇല്ല എന്ന് സ്ഥാപിക്കുന്ന സഭകളും ഏതു വിധേനയും ഒഴിവാക്കണം. മാനസികമായ അഭ്യാസങ്ങൾ വഴി ദൈവത്തിനടുത്തെത്തിക്കാം എന്ന് അവകാശപ്പെടുന്ന സഭകളും ഒഴിവാക്കണം. ഇത് വളരെ അപകടകരമായതുകൊണ്ടാണ്. യേശു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. അവിടുത്തെ അടുത്തെത്താൻ ഒരു മാനസിക വിദ്യകളും ആവശ്യമില്ല. അപ്പസ്തോലന്മാരുടെ അല്ലെങ്കിൽ നിക്യ വിശ്വാസ പ്രമാണത്തിൽ അല്ലെങ്കിൽ അതിൽ ചെറിയ മാറ്റത്തോടെ വിശ്വസിക്കുന്ന ഒരു സഭ അന്വേഷിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥന മറ്റെല്ലാറ്റിനെയും കാൾ നല്ലതായിട്ടുണ്ടോ? ഇല്ല. നാം ദൈവത്തെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മെ അറിയുന്നു. നാം എല്ലാവരും വിവിധ രീതികളിൽ ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കുന്നു. അതുകൊണ്ട് നാം ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുന്നത് നല്ല പ്രാർത്ഥന തന്നെ. നമുക്ക് നല്ലതെന്തെന്ന് ദൈവത്തിനറിയാമെന്ന് മറക്കരുത്. മറ്റുള്ളവർക്കും ലോകം മുഴുവനും തന്നെയും ഏറ്റവും നല്ലത് അവിടത്തേക്കറിയാം. അതുകൊണ്ട് എല്ലാ അവസരത്തിലും ദൈവേഷ്ടം നിറവേറ്റാൻ പ്രാർത്ഥിക്കുക. സുവിശേഷ അനുസരണം യേശുവിന്റെ ഉപദേശപ്രകാരം പ്രാർത്ഥനയോടൊപ്പം ഉപവാസവും ആരംഭിക്കണം. ഉപവാസം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വളരെയേറെ ഫലവത്താക്കുന്നു. പ്രാർത്ഥന ഉപവസിക്കാൻ നമ്മെ ശക്തരാക്കുകയും ചെയ്യുന്നു. ഉപവാസത്തെക്കുറിച്ച് അനേകം നല്ല പുസ്തകങ്ങൾ ഉണ്ട്. ഉപവാസവും പ്രാർത്ഥനയും ഒന്നിച്ചു ചേരുമ്പോൾ നാം ദൈവത്തോടും സ്വർഗത്തിലെ അവിടുത്തെ അമ്മയോടും പെട്ടെന്ന് അടുക്കുന്നു. ശിശുക്കളെപ്പോലെ നമ്മെ അവർക്ക് പരിപൂർണ വിശ്വാസത്തോടെ വിട്ടുകൊടുക്കുക. അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ, നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമാധാനവും സന്തോഷവും അനുഭവിക്കും. താങ്കളുടെ അഭിപ്രായത്തിൽ ഉപവസിക്കുക എന്നതിന്റെ ശരിയായ നിർവചനം എന്താണ്? ഉപവാസം എന്നുവെച്ചാൽ യേശു പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥനയോട് കൈകോർത്ത് പോകേണ്ട ഒരു ആത്മീയ അച്ചടക്കമാണ്. അത് ആദ്യ പടിയിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിക്കുക എന്നതാണ്. നമ്മുടെ അമ്മ പഠിപ്പിക്കുന്ന മാതൃകാപരമായ ഉപവാസം വെള്ളിയാഴ്ചയും ആഴ്ചയിൽ 2-3 ദിവസവും റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ചു ജീവിക്കുക എന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശമൊന്നും അവഗണിക്കാതെ വളരെ സാവകാശം ശാന്തമായിട്ടാണ് ഉപവാസം ശീലിക്കേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ശാന്തമായി വിവേകപൂർവം എല്ലാം ചെയ്യുക. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന എല്ലാത്തരം പ്രലോഭനങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, ചുറ്റുപാടുകളിൽ നിന്നും, വസ്തുക്കളിൽ നിന്നും ഒഴിഞ്ഞുമാറി ജീവിക്കുക എന്നതും ഉപവാസത്തിൽപ്പെടുന്നു. നന്മ ചെയ്യാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉപേക്ഷിക്കണം. വേണ്ട എന്ന് വയ്ക്കേണ്ട കാര്യങ്ങളുടെ പട്ടിക വളരെ നീണ്ടതാണ്. വൈവിധ്യമാർന്ന പല വിഷയങ്ങളും നമുക്കുണ്ട്. താങ്കളെ പ്രലോഭിപ്പിക്കുന്നത് എന്നെ പ്രലോഭിപ്പിക്കുന്നില്ല, എന്നെ പ്രലോഭിപ്പിക്കുന്നത് താങ്കളെയും. നമുക്ക് വേണ്ടത് എന്തെന്നും വേണ്ടാത്തത് എന്തെന്നും നമ്മുടെ മനസ്സിന് കൃത്യമായി അറിയാം. നമ്മുടെ ഹൃദയാഭിലാഷങ്ങളോട് വിശ്വസ്തരായിരിക്കുക. വ്യക്തമായും എല്ലാം അറിയാൻ ഉദ്യമിക്കുക. ഉപവാസം ഒരു സുപ്രധാന കാര്യം അർത്ഥമാക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ലോകം നമുക്ക് ചെയ്തു തരുന്നതിനേക്കാൾ അധികം ദൈവം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിലെത്താൻ ഇതു ശക്തമായ ഒരു വഴിയാണ്. ഇതൊരു സുപ്രധാന കാര്യമായിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് ഈ പ്രപഞ്ചത്തെക്കാൾ വിലയേറിയതാണ് നമ്മുടെ ആത്മാക്കൾ എന്നതുതന്നെ. 7, 8 അല്ലെങ്കിൽ 9 വർഷക്കാലം ഉപവസിച്ചിട്ടുള്ളവരെ എനിക്കറിയാം.
അത് പൂർത്തിയായി കഴിയുമ്പോൾ അവർ വിജയകരമായ പരിപൂർണമായ മാറ്റത്തിന് വിധേയരായിരിക്കും. ദൈവിക കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നത് ലൗകികമായ പഠനങ്ങളിലൂടെയും മാർഗങ്ങളിലൂടെയുമല്ല. ഉപവാസം പ്രാർത്ഥന എളുപ്പമുള്ളതാക്കുന്നു. പ്രാർത്ഥന ഉപവസിക്കാൻ നമ്മെ സഹായിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഉപവസിച്ചാൽ അവർക്ക് വലിയ സഹായം ലഭിക്കുകയും അതിന് അവർ നിത്യകാലം നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യും. ടെലിവിഷൻ, ഇന്റർനെറ്റ് ഉപേക്ഷിച്ച് ഉപവസിക്കുക എന്നത് ഇക്കാലത്ത് വളരെ ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം ചുമതലകളും കുടുംബങ്ങളും അവഗണിച്ച ശുദ്ധീകരണ ആത്മാക്കളെ പാപകടം വീട്ടാനായി നാം സഹായിക്കുകയാണ്. ഇത് സത്യമാണെന്ന് എനിക്കറിയാം. ഈ സഹായത്തിന്റെ വിലമതിക്കാനും നമുക്കാവുകയില്ല. ഒരു ചെറിയ ഉപവാസം ഒരു പ്രാർത്ഥന നൽകുന്നത് പോലെ വലിയ ഫലം നൽകുന്നു. ഒരു ചെറിയ പ്രാർത്ഥന വളരെ വലിയ മാറ്റം വരുത്തിയതിന്റെ ഉദാഹരണം പറയാമോ? ഓരോ ചെറിയ പ്രാർത്ഥനയും കേൾക്കപ്പെടും. ഞാനൊന്ന് ഓർത്തു നോക്കട്ടെ. വീണ്ടും ഏതാനും വർഷങ്ങൾക്ക് മുൻപുണ്ടായ ശുദ്ധീകരണാത്മാക്കളുമായി ബന്ധപ്പെട്ട ഒന്ന് ഓർക്കുന്നു. ഒരു രാത്രി ഒരാൾ പ്രത്യക്ഷപ്പെട്ട് വിമോചനത്തിനായി ഞാൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടും അവിടെ തന്നെ നിന്നു. എന്നെ അറിയാമോ എന്ന് അയാൾ ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. 1932 ഹാൾ എന്ന സ്ഥലത്തേക്ക് എന്റെ 17-ാം വയസ്സിൽ അയാൾ എന്നോടൊപ്പം ഒരേ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അയാൾ സഭയെക്കുറിച്ചും മതത്തെക്കുറിച്ചും വളരെ കഠിനമായി വിമർശിച്ചു. ഇതിനെ എതിർക്കേണ്ടത് ഒരു ചുമതലയായി തന്നെ എടുത്ത് ഞാൻ പറഞ്ഞു. ഇക്കാര്യങ്ങൾ വെറുതെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടല്ല. ഈ വാക്കുകൾ അയാളെ ക്രുദ്ധനാക്കി. ഈ പ്രതികരണം അയാളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. എന്നോട് പ്രസംഗിക്കാൻ നിനക്കു തീരെ പ്രായം കുറവാണ് എന്നയാൾ പറഞ്ഞു. അല്പം കടുപ്പിച്ചു തന്നെ ഞാൻ തിരിച്ചടിച്ചു. എന്നാൽ ഞാൻ താങ്കളെക്കാൾ മിടുക്കിയാണ്. അതോടെ അയാൾ സംസാരം നിർത്തി ന്യൂസ് പേപ്പർ വായിക്കാൻ ആരംഭിച്ചു. അയാൾക്ക് ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ അയാൾ കമ്പാർട്ട്മെന്റ് വിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ നിശബ്ദമായി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവേ, ഈ ആത്മാവ് നഷ്ടപ്പെടരുത്. അയാളിതാ എന്നോടൊപ്പം വന്നിരിക്കുന്നു. എന്റെ കൊച്ചു പ്രാർത്ഥന അയാളെ നാശത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന് പറഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണ്? എനിക്കോ അങ്ങനെയൊന്നുമില്ല. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാകുമ്പോൾ മനുഷ്യർക്ക് സംഭവിക്കുന്ന മാറ്റം ഞാൻ സ്നേഹത്തോടെ ശ്രദ്ധിക്കാറുണ്ട്. മറ്റേതു പ്രാർത്ഥനയേക്കാളും നല്ലത് നാം ദിവ്യകാരുണ്യ ആരാധനയിൽ യേശുവിനെ കണ്ടെത്തുന്നതാണ്. ഇതൊരു മഹാകൃപയാണ്. അത്ഭുതങ്ങൾക്കും സൗഖ്യത്തിനും ഉറവിടമാണ്. ഇത് ഇക്കാലത്തെ സഭ അപകടകരമായി അവഗണിക്കുന്നുണ്ട്. ആഴ്ചയിലെ 2-3 ആരാധനകൾ ലോകം മുഴുവൻ സമാധാനം കൈവരുത്തും. എനിക്ക് ജപമാല ചൊല്ലുന്നത് പ്രത്യേകമായും താൽപ്പര്യമുണ്ട്. അത് കുടുംബങ്ങളുടെ സൗഖ്യത്തിന് വളരെ ഉപകാരപ്രദമാണ്. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിന് 2 തരം പ്രാർത്ഥനകൾ യേശുവിൽ നിന്നും പരിശുദ്ധ അമ്മയിൽ നിന്നും ലഭിക്കുകയുണ്ടായി. യേശുവിൽ നിന്നും ലഭിച്ച പ്രാർത്ഥന 1 വർഷക്കാലം ചൊല്ലുന്നതിനായിട്ടുള്ളതാണ്. പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ചത് 12 വർഷം ചൊല്ലണം. പിന്നെ പരിശുദ്ധ അമ്മയിൽ നിന്ന് നിത്യേന ചൊല്ലേണ്ട 7 വ്യാകുലങ്ങളും അവൾക്ക് ലഭിച്ചു. പരിശുദ്ധ അമ്മയും ഈശോയും ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് അനേകം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് കൂടുതൽ അറിയപ്പെടണമെന്ന് പരിശുദ്ധ അമ്മ പറയുകയുണ്ടായി. 12 വർഷം പരിശുദ്ധ അമ്മ നൽകിയ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന 5 വാഗ്ദാനങ്ങൾ ഇവയാണ്. അവയുടെ മഹത്വം വളരെ വലുതാണ്. 1. ഈ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കേണ്ടി വരികയില്ല. 2. രക്തസാക്ഷികളോടൊപ്പം രക്തം ചിന്തിയാലെന്നവണ്ണം കണക്കാക്കപ്പെടും. 3 പേരെ കൂടി തിരഞ്ഞെടുത്തു നൽകാം. അവരെ യേശു വിശുദ്ധിയിലേക്ക് നയിക്കും. 4 തലമുറകളെ നശിപ്പിക്കില്ല. 5 1 മാസം മുൻപേ മരണത്തെപ്പറ്റി അറിയും. ഇതേക്കുറിച്ച് എനിക്കൊരു താക്കീത് നൽകാനുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ജീവിച്ചിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് ആരും കരുതരുത്. ഈ പ്രാർത്ഥനകൾ ചൊല്ലുകയും ദൈവേഷ്ടപ്രകാരം ആത്മാർത്ഥതയോടെ ജീവിക്കുകയും വേണം. അല്ലെങ്കിൽ ദൈവത്തെ പോലും കബളിപ്പിച്ച് സ്വർഗത്തിലെത്താമെന്ന് ചിന്തിക്കുന്ന ആത്മാവ് സമയം വരുമ്പോൾ വളരെ അസുഖകരമായ അവസ്ഥയിലെത്തും. പ്രാർത്ഥനയല്ലാതെ ആത്മാക്കൾ അവരുടെ ബന്ധുക്കളോട് മറ്റെന്തെങ്കിലും ആവശ്യപ്പെടാറുണ്ടോ? ചിലപ്പോഴൊക്കെ കനത്ത പുകവലി മൂലം മരണമടഞ്ഞ ഒരു വ്യക്തിയുടെ ആത്മാവ് വന്ന് ഒരു ബന്ധുവിനോട് പുകവലി നിർത്താൻ ആവശ്യപ്പെടാം. അതും ഒരു ഉപവാസമാണല്ലോ. മൃഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മൃഗങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുന്നത് നിയമാനുസൃതമാണോ?
അതെ, രോഗമുള്ള മൃഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതും ഗുണകരവുമാണ്. മൃഗങ്ങൾക്ക് ആത്മാവില്ലെങ്കിലും ജീവനുണ്ടല്ലോ. അവയുടെ ആരോഗ്യത്തിനും ശാന്തതയ്ക്കും വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കണം. സാത്താന് നമ്മളോടടുപ്പമുള്ള എല്ലാറ്റിനോടും വിരോധമാകയാൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ആത്മീയമായ പ്രാധാന്യം എന്താണ്? കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് കൂടുതൽ കൃപകൾ നൽകുന്നുവെന്നാണ് ആത്മാക്കൾ പറയുന്നത്. തങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയധികമാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വളരെയധികം മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നാം നമ്മുടെ കാര്യങ്ങൾ തീർത്തും മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പരമാവധി പ്രാർത്ഥിക്കണം എന്നാണ് നിയമം പറയുന്നത്. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്.